Hi dear students, preparation of tender price third case ആണ് നമുക്കിനി പഠിക്കാനുള്ളത്. അപ്പോൾ ഫസ്റ്റ് കേസിൽ നമ്മൾ കോസ്റ്റിലോ അല്ലെങ്കിൽ പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റിലോ ചേഞ്ച് വരാതെ എങ്ങനെ ടെൻഡർ പ്രൈസ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് കേസിൽ പറഞ്ഞത്. സെക്കൻഡ് കേസിൽ കോസ്റ്റിൽ ചേഞ്ച് വരുന്നുണ്ട്, എന്നാൽ പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റിൽ ചേഞ്ച് വരുന്നില്ല. ആ സിറ്റുവേഷനിൽ എങ്ങനെയാണ് ടെൻഡർ പ്രൈസ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതായിരുന്നു. തേർഡ് കേസിന് പഠിക്കാനുള്ളത് വെൻ ദർ ഈസ് ചേഞ്ച് ഇൻ കോസ്റ്റ് അലോങ് വിത്ത് ചേഞ്ചസ് ഇൻ പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ്. കോസ്റ്റിൽ ചേഞ്ച് വരുന്നുണ്ട്, അതോടൊപ്പം തന്നെ പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റിലും ചേഞ്ച് വരികയാണെങ്കിൽ എങ്ങനെയാണ് ടെൻഡർ പ്രൈസ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് തേർഡ് കേസിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഒരു ക്വസ്റ്റ്യൻ നോക്കി നോക്കൂ. ദി ഫോളോയിങ് ഈസ് ദി സമ്മറൈസ്ഡ് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഓഫ് കേരള റെഫ്രിജറേഷൻ കമ്പനി ഫോർ ദി ഇയർ എൻഡിങ് 1st December 2020, in which half year 1000 refrigerators were manufactured and sold. അതായത് കേരള റെഫ്രിജറേഷൻ കമ്പനിയുടെ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടാണ് നമുക്ക് തന്നിട്ടുള്ളത്. അവർ എത്രയാണ് 1000 റെഫ്രിജറേറ്റേഴ്സാണ് മാനുഫാക്ചർ ചെയ്തിട്ടുള്ളതും വിറ്റിട്ടുള്ളതും. അപ്പോൾ അതിൻ്റെ ഇൻഫർമേഷൻസ് ആണ് നമുക്ക് അതിൻ്റെ ഒരു ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ നോക്കി നോക്കൂ. ടു മെറ്റീരിയൽസ് എന്ന് പറഞ്ഞിട്ട് 80,000, വേജസ് 1,20,000, മാനുഫാക്ചറിങ് എക്സ്പെൻസസ് 50,000, ഗ്രോസ് പ്രോഫിറ്റ് ക്യാരിഡ് പിന്നെ ബൈ സെയിൽസ് എന്ന് പറഞ്ഞിട്ട് 40,000 എന്നാണ്. ഇതിന് എല്ലാം കൂടി ബാലൻസ് ചെയ്യുമ്പോൾ ഗ്രോസ് പ്രോഫിറ്റ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞിട്ട് 1,50,000 കിട്ടിയിട്ടുണ്ട്. ഇനി ഗ്രോസ് പ്രോഫിറ്റിനെ നമ്മൾ ബ്രോഡ് ഡൗൺ ചെയ്ത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് എഴുതുമ്പോൾ ബൈ ഗ്രോസ് പ്രോഫിറ്റ് ബ്രോഡ് ഡൗൺ എന്ന് പറഞ്ഞിട്ട് 1,50,000 എഴുതി. ഇനി ഇൻഡയറക്റ്റ് എക്സ്പെൻസസുകൾ ഏതൊക്കെയാണ്? ടു സ്റ്റാഫ് സാലറീസ് 60,000, റെൻറ്റ് ആൻഡ് ടാക്സസ് 10,000, നെക്സ്റ്റ് സെല്ലിംഗ് എക്സ്പെൻസസ് 30,000, ജനറൽ എക്സ്പെൻസസ് 20,000, നെറ്റ് പ്രോഫിറ്റ് 30,000, ടോട്ടൽ 1,50,000. ഓക്കെ, ഇത്രയാണ് തന്നിട്ടുള്ളത്. ഇനി അഡീഷണൽ ഇൻഫർമേഷൻ തന്നിട്ട് നോക്കിക്കോ. ഫോർ ദി ഇയർ 2021 ഇറ്റ് ഈസ് എസ്റ്റിമേറ്റഡ് ദാറ്റ് 2021 എസ്റ്റിമേറ്റ് ചെയ്തിട്ടുള്ള ഇൻഫർമേഷൻസ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് വൺ, ദി ഔട്ട്പുട്ട് ആൻഡ് സെയിൽ വിൽ ബി 1,200 റെഫ്രിജറേറ്റേഴ്സ്. 1,200 റെഫ്രിജറേറ്റേഴ്സാണ് പ്രൊഡ്യൂസ് ചെയ്യാനും സെയിൽ ചെയ്യാനും തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ അതിന് വരുന്ന കോസ്റ്റാണ് നമ്മൾ എസ്റ്റിമേറ്റഡ് ഒരു കോസ്റ്റ് ഷീറ്റ്, അതായത് ടെൻഡർ പ്രൈസാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. സെക്കൻഡ്, ദി പ്രൈസ് ഓഫ് റോ മെറ്റീരിയൽസ് വിൽ ഇൻക്രീസ് ബൈ 20% ഓൺ ദി പ്രീവിയസ് ഇയർ ലെവൽ. അപ്പോൾ റോ മെറ്റീരിയൽസിൽ 20% ഇൻക്രീസ് വന്നിട്ടുണ്ട്. അതായത് 1000 റെഫ്രിജറേറ്റേഴ്സ് ആയിരുന്നു നമ്മൾ 2020 പ്രൊഡ്യൂസ് ചെയ്തത്. ഇപ്പോൾ എത്രയുണ്ട്? 1,200 റെഫ്രിജറേറ്റേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ റോ മെറ്റീരിയൽസിൽ 20% ഇൻക്രീസ് വന്നിട്ടുണ്ട്. തേർഡ് കേസ്, റേറ്റ് ഓഫ് വേജസ് വിൽ റൈസ് ബൈ 5%. വേജസിൽ 5% ഇൻക്രീസ് വന്നിട്ടുണ്ട്. എന്നാൽ സെല്ലിംഗ് എക്സ്പെൻസസ് പെർ യൂണിറ്റ് റിമെയിൻ കോൺസ്റ്റൻറ്റ്. എന്നാൽ സെല്ലിംഗ് എക്സ്പെൻസസിൽ പെർ യൂണിറ്റിൽ ചേഞ്ച് ഒന്നും വന്നിട്ടില്ല. അതേ പെർ യൂണിറ്റ് തന്നെയാണ് നമ്മൾ ടെൻഡർ പ്രൈസ് പ്രിപ്പയർ ചെയ്യുമ്പോൾ എടുക്കേണ്ടത്. നെക്സ്റ്റ്, മാനുഫാക്ചറിങ് ഓവർ ഹെഡ് വിൽ റൈസ് ഇൻ പ്രൊപ്പോർഷൻ ടു കമ്പൈൻഡ് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽസ് ആൻഡ് വേജസ്. എന്നാൽ മാനുഫാക്ചറിങ് ഓവർ ഹെഡ് ഇൻക്രീസ് ചെയ്തിട്ടുള്ളത് മെറ്റീരിയൽസിൻ്റെയും വേജസിൻ്റെയും കമ്പൈൻഡ് കോസ്റ്റിൻ്റെ പ്രൊപ്പോർഷനാണ് ഇൻക്രീസ് ചെയ്തിട്ടുള്ളത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് മെറ്റീരിയൽസും വേജസും കൂടി ആഡ് ചെയ്താൽ നമുക്ക് എന്താണ്? പ്രൈം കോസ്റ്റാണ് കിട്ടുക, അല്ലേ? ഇവിടെ എക്സ്പെൻസ് തരാത്തത് കൊണ്ട് മെറ്റീരിയൽസും ലേബറും ആഡ് ചെയ്യുമ്പോൾ നമുക്ക് പ്രൈം കോസ്റ്റ് കിട്ടും. അപ്പോൾ 2020 പ്രൈം കോസ്റ്റും 2021 നമ്മൾ കണ്ടെത്തിയിട്ടുള്ള പ്രൈം കോസ്റ്റിൻ്റെയും പ്രൊപ്പോർഷൻ എമൗണ്ടാണ് മാനുഫാക്ചറിങ് ഓവർ ഹെഡ് ഇൻക്രീസ് ചെയ്തിട്ടുള്ളതെന്നാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല, നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ അത് ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാം, അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും. ഓക്കെ, അടുത്തത് അതർ എക്സ്പെൻസസ് റിമെയിൻ അൺഅഫക്റ്റഡ് ബൈ റൈസ് ഇൻ ഔട്ട്പുട്ട്. ഇനി അതർ എക്സ്പെൻസുകളിലൊന്നും ഒരു ചേഞ്ചും വന്നിട്ടില്ല. ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്തു എന്ന് വെച്ചിട്ട് വേറൊന്നിലും ചേഞ്ച് വന്നിട്ടില്ല എന്നാണ് പറയുന്നത്. ഇനി യു ആർ റിക്വയർഡ് ടു പ്രിപ്പയർ ആൻ എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ഷീറ്റ് ഫോർ ദി ഇയർ 2021. 2021 ഒരു എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാനാണ് നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഷോയിങ് ദി പ്രൈസസ് അറ്റ് വിച്ച് എ റെഫ്രിജറേറ്റർ ഷുഡ് ബി സോൾഡ് കീപ്പിംഗ് എ നെറ്റ് പ്രോഫിറ്റ്
ഓഫ് 10% ഓൺ ദി സെല്ലിംഗ് പ്രൈസ്. സെല്ലിംഗ് പ്രൈസിൻ്റെ 10% ആയിരിക്കണം പ്രോഫിറ്റ് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അതിൽ കൂടാൻ പാടില്ല എന്ന്. അതായത് 10% പ്രോഫിറ്റ് വരുന്ന രീതിയിൽ, സെല്ലിംഗ് പ്രൈസിൻ്റെ 10% പ്രോഫിറ്റ് വരുന്ന രീതിയിൽ ഒരു എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എങ്ങനെ ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പോൾ ഇവിടെ ഈ കേസിൽ കോസ്റ്റിൽ ചേഞ്ച് വന്നിട്ടുണ്ടല്ലേ, മെറ്റീരിയൽസിലും വേജസിലൊക്കെ ചേഞ്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ചേഞ്ച് നമ്മൾ എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ, അതായത് ടെൻഡർ പ്രൈസ് പ്രിപ്പയർ ചെയ്യുമ്പോൾ അതും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് വേണം നമ്മൾ ടെൻഡർ പ്രൈസ് പ്രിപ്പയർ ചെയ്യാൻ. പിന്നെ അതുപോലെ എന്താണ്, പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് 10%, സെല്ലിംഗ് പ്രൈസിൻ്റെ മുകളിൽ 10% ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതും നമ്മൾ കണ്ടെത്താം. ഓക്കെ, എങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ ഫസ്റ്റ് എങ്ങനെ സാധാ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാം ഫോർ ദി ഇയർ 2020. കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാം. ഫസ്റ്റ് കോളം പർട്ടിക്കുലേഴ്സിൻ്റെ കോളം, ടോട്ടൽ എമൗണ്ട്, കോസ്റ്റ് പെർ യൂണിറ്റിൻ്റെ കോളം. അപ്പോൾ ഫസ്റ്റ് മെറ്റീരിയൽസ് എത്രയാണ്, 80,000 ആണ് നമുക്ക് തന്നുള്ളത്. ട്രേഡിംഗ് അക്കൗണ്ടിൽ തന്നിട്ടുണ്ട് 80,000. അപ്പോൾ പെർ യൂണിറ്റ് കാണണമെങ്കിൽ 1000 റെഫ്രിജറേറ്റേഴ്സാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ 80,000 ഡിവൈഡഡ് ബൈ 1000 ചെയ്യുമ്പോൾ നമുക്ക് പെർ യൂണിറ്റ് 80 rupees കിട്ടും. നെക്സ്റ്റ് ലേബർ എത്രയാണ്, 1,20,000 ആണ് തന്നിട്ടുള്ളത്. ഡിവൈഡഡ് ബൈ 1000 ചെയ്യുമ്പോൾ പെർ യൂണിറ്റ് 120. രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് പ്രൈം കോസ്റ്റ് 2 lakh കിട്ടും. പെർ യൂണിറ്റ് 200 കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ 200 ആണ് നമ്മൾ മാനുഫാക്ചറിങ് ഓവർഹെഡ്, കമ്പൈൻ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ ആൻഡ് വേജസ് എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അവിടെ നമ്മൾ പ്രൊപ്പോർഷൻ കാണണമെങ്കിൽ ഈ 200 ആണ് നമ്മൾ എടുക്കുക. ഓക്കെ, അതൊന്ന് ഓർമ്മിച്ച് വെച്ചാൽ മതി. നെക്സ്റ്റ് മാനുഫാക്ചറിങ് ഓവർഹെഡ് എത്രയാണ്, 50,000 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. പെർ യൂണിറ്റ് കാണുമ്പോൾ 50,000 ഡിവൈഡഡ് ബൈ 1000 ചെയ്യുമ്പോൾ 50 പെർ യൂണിറ്റ് കിട്ടി. നെക്സ്റ്റ് നമുക്ക് ഫാക്ടറി കോസ്റ്റ് കിട്ടും. എത്ര, 2,50,000 250 പെർ യൂണിറ്റും കിട്ടും. 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 250 കിട്ടും. നെക്സ്റ്റ് ഫാക്ടറി കോസ്റ്റിൻ്റെ കൂടെ നമ്മൾ ഓഫീസ് ഓവർഹെഡ് ആഡ് ചെയ്യണം. ഓഫീസ് ഓവർഹെഡ് എത്രയാണ്, 90,000 ആണെന്ന് തന്നിട്ടുണ്ട്. പെർ യൂണിറ്റ് കാണുമ്പോൾ 90 ഡിവൈഡഡ് ബൈ 1000 ചെയ്യുമ്പോൾ 90 പെർ യൂണിറ്റും കിട്ടും. രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ 3,40,000 പെർ യൂണിറ്റ് 340. ഇനി അതിൻ്റെ കൂടെ സെല്ലിംഗ് എക്സ്പെൻസസ് ആഡ് ചെയ്യണം. എത്രയാണ്, 30,000, അതിൻ്റെ പെർ യൂണിറ്റ് 30. ഇനി കോസ്റ്റ് ഓഫ് സെയിൽസ് കിട്ടും. എത്ര, സെല്ലിംഗ് എക്സ്പെൻസസ് ആഡ് ചെയ്യുമ്പോൾ കോസ്റ്റ് ഓഫ് സെയിൽസ് 3,70,000 കിട്ടും. പെർ യൂണിറ്റ് 370. ഇനി നമുക്ക് പ്രോഫിറ്റും സെയിൽസും കാണാം. അതിനിവിടെ നമുക്ക് ക്വസ്റ്റ്യനിൽ നോക്കി നോക്കുക, നമുക്ക് സെയിൽസ് തന്നിട്ടില്ല. അവിടെ എന്നാൽ പ്രോഫിറ്റ് തന്നിട്ടുണ്ട്. നെറ്റ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞിട്ട് 30,000 തന്നിട്ടുണ്ട്. അപ്പോൾ ആ നെറ്റ് പ്രോഫിറ്റാണ് നമ്മളിവിടെ പ്രോഫിറ്റ് എന്ന് പറഞ്ഞിട്ട് 30,000 എഴുതേണ്ടത്. 30,000ൻ്റെ പെർ യൂണിറ്റ് 30. രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ, അതായത് കോസ്റ്റ് ഓഫ് സെയിൽസും പ്രോഫിറ്റും കൂടി ആഡ് ചെയ്യുമ്പോൾ സെയിൽസ് എത്രയാണ്, 4 lakh കിട്ടും. അതിൻ്റെ പെർ യൂണിറ്റ് 400 കിട്ടും. ഇത്രയാണ് കോസ്റ്റ് ഷീറ്റിൽ ചെയ്യേണ്ടതുള്ളൂ. ഇവിടെ നമ്മൾ പേഴ്സൻറ്റേജ് കണ്ടെത്തേണ്ട ആവശ്യമില്ല. എന്താ വെച്ചാൽ ഇവിടെ ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിട്ടുണ്ടല്ലേ, ഈ കോസ്റ്റ് ഷീറ്റിൽ പേഴ്സൻറ്റേജ് അല്ല നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള പേഴ്സൻറ്റേജാണ് നമ്മളിവിടെ ടെൻഡർ പ്രൈസ് പ്രിപ്പയർ ചെയ്യാൻ യൂസ് ചെയ്യേണ്ടത്. അതുകൊണ്ട് നമുക്ക് അവിടെ പേഴ്സൻറ്റേജ് കണ്ടെത്തേണ്ട ആവശ്യമില്ല. മറ്റ് 2 ക്വസ്റ്റ്യനിൽ നമ്മൾ പേഴ്സൻറ്റേജ് കണ്ടെത്തിയിരുന്നു. അപ്പോൾ ഇവിടെ അതിൻ്റെ ആവശ്യം വരുന്നില്ല. അപ്പോൾ ഇനി എങ്ങനെ ടെൻഡർ പ്രൈസ് പ്രിപ്പയർ ചെയ്യാൻ നോക്കാം. അതായത് എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ഷീറ്റ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പോൾ എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ഷീറ്റ് ഫോർ ദി ഇയർ 2021 അല്ലേ, 2021ലേക്കുള്ള എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ഷീറ്റാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. അപ്പോൾ ഫസ്റ്റ് പർട്ടിക്കുലേഴ്സിൻ്റെ കോളം, സെക്കൻഡ് കോസ്റ്റ് പെർ യൂണിറ്റ്, തേർഡ് ടോട്ടൽ കോസ്റ്റ് അല്ലേ. ഇതിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കോളം മാറി എഴുതിയെന്ന് ചോദിച്ചാൽ കുഴപ്പമൊന്നുമില്ല. ആദ്യം ടോട്ടൽ എഴുതി സെക്കൻഡ് കോസ്റ്റ് പെർ യൂണിറ്റ് എഴുതിയെന്ന് ചോദിച്ചാലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ എങ്ങനെ ചെയ്യാൻ നോക്കാം. ഫസ്റ്റ് മെറ്റീരിയൽസ് അല്ലേ. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക അല്ലേ, മെറ്റീരിയൽസ് ഡയറക്റ്റായിട്ട് തന്നിട്ടുണ്ട്. മറ്റുള്ള ക്വസ്റ്റ്യനിലൊക്കെ നമ്മൾ മെറ്റീരിയൽ കൺസ്യൂംഡ് കണ്ടെത്തുമായിരുന്നു അല്ലേ. ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കണ്ടെത്തുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഡയറക്റ്റ് തന്നുകൊണ്ട് നമ്മൾ ഡയറക്റ്റ് എഴുതി. ഓക്കെ, മെറ്റീരിയൽസ് പെർ യൂണിറ്റ് എത്രയാണ്, കോസ്റ്റ് ഷീറ്റിലെ 2020 പെർ യൂണിറ്റ് എത്രയായിരുന്നു, 80 ആയിരുന്നു അല്ലേ. അപ്പോൾ 80 എത്രയാണ്, 20% ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അതും കൂടി നമുക്ക് ആഡ് ചെയ്യണം. 80യുടെ 20% എത്രയാണ് വരിക, 16 അല്ലേ. 80ൻ്റെ 10% എന്ന് പറയുന്നത് 8, 20% എന്ന് പറഞ്ഞാൽ 8ൻ്റെ ഇരട്ടി എത്ര വരും, 16. ഓക്കെ, അപ്പോൾ 80 + 60 വരുമ്പോൾ 96 പെർ യൂണിറ്റ് കിട്ടും
അല്ലേ, പെർ യൂണിറ്റ് 96. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ കോസ്റ്റ് എത്ര വരും? എത്ര യൂണിറ്റാണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എത്ര റെഫ്രിജറേറ്ററാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? 1200 റെഫ്രിജറേറ്ററാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ 96 ഇൻറ്റു 1200 എത്രയാണ്? 1,15,200 കിട്ടും. നെക്സ്റ്റ് ലേബർ എത്രയാണ്? 120. 5% ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു അല്ലേ. 120യുടെ 5% ആഡ് ചെയ്യുമ്പോൾ 126 കിട്ടും പെർ യൂണിറ്റ്. ഓക്കെ, അപ്പോൾ ടോട്ടൽ 126 ഇൻറ്റു 1,200 ചെയ്താൽ നമുക്ക് 1,51,200 ലേബർ കിട്ടും, അതായത് വേജസ് കിട്ടും. ഈ രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് പ്രൈം കോസ്റ്റ് 222 കിട്ടും, ടോട്ടൽ 2,66,400 കിട്ടും. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ മാനുഫാക്ചറിങ് ഓവർഹെഡ് പറഞ്ഞുള്ളത് കമ്പൈൻഡ് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ ആൻഡ് ലേബറാണ്. അപ്പോൾ ഇവിടെ പ്രൈം കോസ്റ്റ് 222 ആണ്. അപ്പോൾ കോസ്റ്റ് ഷീറ്റിൽ എത്രയായിരുന്നു? 200 ആയിരുന്നു. ഇവിടെ പ്രൈം കോസ്റ്റ് 222 പെർ യൂണിറ്റ്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ മാനുഫാക്ചറിങ് ഓവർഹെഡ് കണ്ടെത്തേണ്ടത്. അതൊന്ന് ഓർക്കാൻ വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. അവിടെ എത്തുമ്പോൾ നമ്മൾ പറഞ്ഞുതരാം. ഓക്കെ, അടുത്തത് അതാ മാനുഫാക്ചറിങ് ഓവർഹെഡ് അല്ലേ. പ്രൈം കോസ്റ്റിൻ്റെ കൂടെ നമ്മൾ മാനുഫാക്ചറിങ് ഓവർഹെഡ് ആഡ് ചെയ്യണം. അപ്പോൾ മാനുഫാക്ചറിങ് ഓവർഹെഡ് എന്ന് പറയുന്നത് എന്താണ്? ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. എന്ത്? മെറ്റീരിയൽസിൻ്റെയും ലേബറിൻ്റെയും കമ്പൈൻഡ് കോസ്റ്റിൻ്റെ പ്രൊപ്പോർഷൻ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 50 ആണ് പെർ യൂണിറ്റ് മാനുഫാക്ചറിങ് ഓവർഹെഡ് എന്ന് പറയുന്നത്. നമ്മൾ കോസ്റ്റ് ഷീറ്റിൽ നമുക്ക് കിട്ടിയിട്ടുള്ളത് പെർ യൂണിറ്റ് 50 ആണ്. ഇനി അതിൻ്റെ പ്രൊപ്പോർഷൻ കാണണമെങ്കിൽ 222 എന്ന് പറയുന്നത് 2021 പ്രൈം കോസ്റ്റ്, അതായത് മെറ്റീരിയലും ലേബറും ചേർന്നിട്ട് വരുന്ന കോസ്റ്റ് 222 ആണ് പെർ യൂണിറ്റ്. 2020 പ്രൈം കോസ്റ്റ് 200 ആണ്. പ്രൈം കോസ്റ്റിൻ്റെ പെർ യൂണിറ്റ് 200. അപ്പോൾ അതിൻ്റെ കമ്പൈൻഡ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ ഇതിനെ ഡിവൈഡ് ചെയ്യാം. അപ്പോൾ എങ്ങനെ ചെയ്യും? 50 ഇൻറ്റു 222 ഡിവൈഡഡ് ബൈ 200 ചെയ്താൽ നമുക്ക് പെർ യൂണിറ്റ് 55.50 കിട്ടും. അപ്പോൾ മാനുഫാക്ചറിങ് ഓവർഹെഡ് നമുക്ക് കിട്ടി. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ 55.50 ഇൻറ്റു 1,200 ചെയ്താൽ ടോട്ടൽ എമൗണ്ട് 66,600 കിട്ടും. ഓക്കെ, ഇനി എന്താണ്? രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഫാക്ടറി കോസ്റ്റ് 277.50യും ടോട്ടൽ 3,33,000 കിട്ടും അല്ലേ. 277.50 ഇൻറ്റു 1,200 ചെയ്യുമ്പോഴാണ് നമുക്ക് 3,33,000 കിട്ടുന്നത്. ഓക്കെ, അടുത്തത് ഓഫീസ് ഓവർഹെഡ്. ഇനി ശ്രദ്ധിക്കുക, ഇതുവരെ നമുക്ക് കോസ്റ്റിൽ ചേഞ്ച് വന്നിരുന്നു. ഇനി കോസ്റ്റിൽ ചേഞ്ച് വരുന്നില്ല അല്ലേ. ഇതുവരെ നമുക്ക് കോസ്റ്റിൽ ചേഞ്ച് വരുന്ന കേസാണ് ചെയ്തത്. ഇനി ഓഫീസ് ഓവർഹെഡ് എന്ന് പറയുന്നത് എത്രയാണ്? ഇവിടെ നമുക്ക് പെർ യൂണിറ്റ് എടുക്കാൻ കഴിയില്ല. എന്താണെന്ന് ചോദിച്ചാൽ കോസ്റ്റ് ഷീറ്റിൽ നമ്മൾ 1000 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള പെർ യൂണിറ്റാണ് കണ്ടത്. ഇവിടെ നമ്മൾ എത്ര യൂണിറ്റ്സ്? 1200 റെഫ്രിജറേറ്റേഴ്സാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഓഫീസ് ഓവർഹെഡ് എന്ന് പറയുന്നത് എത്രയാണ്? 90,000 ആണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ പെർ യൂണിറ്റ് എന്ന് പറയുന്നത് 90,000നെ 1,200 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ്. അപ്പോൾ അത് എത്രയാണ് വരുന്നത്? 75,000 ആണ് കിട്ടുക. ഓക്കെ, അപ്പോൾ 75,000 അല്ല, സോറി, 75 പെർ യൂണിറ്റ് 75, ടോട്ടൽ എമൗണ്ട് അതേപോലെ 90,000 തന്നെ വരും. ഓക്കെ, ഇനി അടുത്തത് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ 352.50 കിട്ടും, ടോട്ടൽ 4,23,000 കിട്ടും. ഓക്കെ, ഇനി സെല്ലിംഗ് എക്സ്പെൻസസ്. സെല്ലിംഗ് എക്സ്പെൻസസിൻ്റെ പെർ യൂണിറ്റിൽ ചേഞ്ച് വരുന്നില്ല എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ പെർ യൂണിറ്റ് തന്നെ നമ്മളിവിടെ എടുക്കണം. ഓക്കെ, അപ്പോൾ ഓഫീസ് ഓവർഹെഡിൻ്റെ കേസ് എന്താണെന്ന് വെച്ചാൽ പെർ യൂണിറ്റിൽ ചേഞ്ച് വരുന്നില്ല എന്നൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? പെർ യൂണിറ്റ് കണ്ടെത്തണം. യൂണിറ്റ് കണ്ടെത്തണമെങ്കിൽ എന്ത് ചെയ്യണം? 90,000നെ 1,200 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് പെർ യൂണിറ്റ് കിട്ടും. ടോട്ടൽ 90,000 തന്നെ. ഇവിടെ സെല്ലിംഗ് എക്സ്പെൻസ് എന്ന് പറയുന്നത് പെർ യൂണിറ്റ് 30 ആണ്, അതിൽ മാറ്റമൊന്നുമില്ല എന്നാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞുള്ളത്. അപ്പോൾ പെർ യൂണിറ്റ് നമ്മൾ 30 തന്നെ എടുക്കണം. അപ്പോൾ 30 ആണെങ്കിൽ 30 ഇൻറ്റു 1,200 ചെയ്താൽ ടോട്ടലിൽ ചേഞ്ച് വരും. എത്രയാണ്? 36,000 വരും. അപ്പോൾ അതൊന്ന് നിങ്ങൾ
കാര്യമായിട്ട് ശ്രദ്ധിക്കുക എങ്ങനെയാണ് അതിൽ മാറ്റം വന്നതെന്നുള്ളത്. ഓക്കെ, അടുത്തത് കോസ്റ്റ് ഓഫ് സെയിൽസ് ടോട്ടൽ ചെയ്യുമ്പോൾ 382.50, ടോട്ടൽ 4,59,000. നെക്സ്റ്റ് പ്രോഫിറ്റ് നമ്മളോട് പറഞ്ഞ എത്രയാണ്? 10% ഓഫ് സെല്ലിംഗ് പ്രൈസ്. സെല്ലിംഗ് പ്രൈസിൻ്റെ 10% ആണ് പ്രോഫിറ്റ് എന്ന് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ സെല്ലിംഗ് പ്രൈസ് എത്രയെന്നുള്ളത്, ഇവിടെ സെല്ലിംഗ് പ്രൈസ് എത്രയെന്നുള്ളത് നമുക്കറിയില്ല. അപ്പോൾ നമുക്ക് മുന്നേ നമ്മൾ പഠിച്ചിട്ടുണ്ട് 10% എന്ന് പറയുന്നത് 1/10 ആണ്. സെല്ലിംഗ് പ്രൈസിൻ്റെ 1/10 ആണ് പ്രോഫിറ്റ് എങ്കിൽ കോസ്റ്റിൻ്റെ 1/9 ആയിരിക്കും പ്രോഫിറ്റ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ 1/9 ആണ് സെല്ലിംഗ് പ്രൈസിൻ്റെ സെല്ലിംഗ് പ്രൈസിൻ്റെ മുകളിൽ പ്രോഫിറ്റിൻ്റെ പെർസെൻറ്റേജ് എങ്കിൽ കോസ്റ്റിൻ്റെ മുകളിൽ എത്രയായിരിക്കും? 1/8 ആയിരിക്കും. അതായത് 1/10 ആണ് സെല്ലിംഗ് പ്രൈസിൻ്റെ മുകളിലെങ്കിൽ കോസ്റ്റിൻ്റെ മുകളിൽ 1/9. സെല്ലിംഗ് പ്രൈസിൻ്റെ മുകളിൽ 1/9 ആണെങ്കിൽ കോസ്റ്റിൻ്റെ മുകളിൽ 1/8. സെല്ലിംഗ് പ്രൈസിൻ്റെ മുകളിൽ 1/8 ആണെങ്കിൽ കോസ്റ്റിൻ്റെ മുകളിൽ 1/7. അങ്ങനെയാണ് അത് വരിക. അപ്പോൾ ഇവിടെ 10% എന്ന് പറയുമ്പോൾ 1/10, സെല്ലിംഗ് പ്രൈസിൻ്റെ മുകളിൽ 1/10 ആണെങ്കിൽ കോസ്റ്റിൻ്റെ മുകളിൽ 1/9 ആയിരിക്കും. അപ്പോൾ നമ്മൾ 382.50 ഇൻറ്റു 1/9 ചെയ്യാം, അല്ലെങ്കിൽ 4,59,000 ഇൻറ്റു 1/9 ചെയ്താൽ 51,000 കിട്ടും. അപ്പോൾ നമുക്ക് പ്രോഫിറ്റും കിട്ടി, കോസ്റ്റ് ഓഫ് സെയിൽസും കിട്ടി, പ്രോഫിറ്റും കിട്ടി. അപ്പോൾ രണ്ടും കൂടി ആഡ് ചെയ്താൽ നമുക്ക് സെയിൽസും കിട്ടില്ലേ? രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ 425 കിട്ടും. ടോട്ടൽ എത്രയാണ്? 425 ഇൻറ്റു 1,200 ചെയ്താൽ നമുക്ക് 5,10,000, അല്ലെങ്കിൽ ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ നമുക്ക് 5,10,000 സെയിൽസ് കിട്ടും ടോട്ടൽ. ഓക്കെ, ഇത്രയാണ് നമുക്ക് ടെൻഡർ പ്രൈസിൽ പഠിക്കാനുള്ളത്. ഓക്കെ, താങ്ക് യു.